മഹാവിഷ്ണു ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം. ഈ വർഷത്തെ വൈശാഖ മാസം ഏപ്രിൽ 28-നാണ് ആരംഭിക്കുന്നത്. വിഷ്ണു ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട പുണ്യമാസമായ വൈശാഖ മാസം മാധവ മാസം എന്നും അറിയപ്പെടുന്നു. അതായത് മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം. ഈ മാസം മുഴുവനും മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ കഴിയുന്നു എന്നാണ് വിശ്വാസം. വൈശാഖ മാഹാത്മ്യത്തെ പറ്റി പത്മപുരാണം, സ്കന്ദപുരാണം എന്നിവയിലൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വൈശാഖ മാസകാലത്ത് പുണ്യകർമ്മങ്ങൾക്കും വിഷ്ണു ഉപാസനയ്ക്കും 10 മടങ്ങ് ഫലമാണ് ലഭിക്കുന്നത്. ഇക്കാലയളവിലെ 30 ദിവസവും പുണ്യ ദിനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അനുഷ്ഠാനങ്ങളിൽ സ്നാനവും ജപവും ദാനവും പ്രധാനമാണ്. കലിദോഷ നിവാരണ മന്ത്രം നിത്യവും 9 തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും. കലിദോഷ നിവാരണ മന്ത്രം വളരെ എളുപ്പമുള്ളതും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അത് 108 തവണ ജപിക്കുന്നത് അതിശ്രേഷ്ഠവുമാണ്. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണ് ഇത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് കലിദോഷ നിവാരണ മന്ത്രം. വൈശാഖ മാസം അനേക പുണ്യ ദിവസങ്ങളുണ്ട്. അതിലൊന്നാണ് അക്ഷയ തൃതീയ. ബലരാമൻ്റെ ജന്മദിനവും ഈ ദിനം തന്നെയാണ്. ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമാണുള്ളത്. അതുകൊണ്ടാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നതും. പരശുരാമ അവതാരവും വൈശാഖത്തിൽ അക്ഷയ തൃതീയ ദിവസം തന്നെയാണ്. വൈശാഖത്തിൽ തന്നെയാണ് നരസിംഹ ജയന്തി. ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ 3 അവതാരങ്ങളും വരുന്ന ഈ വൈശാഖ മാസം തന്നെയാണ് വിഷ്ണു പ്രീതിക്ക് അത്യുത്തമം.